ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ഹവ് വൺ ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷം. അതിൽ എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചേട്ടൻ എന്നതാ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കല്ല. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും, അല്ല മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും ചേട്ടൻ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എവിടെ അനുപേട്ടനെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. കാരണം എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയുടെ പാട്ടാകാൻ പറ്റിയതിൽ അതിൽ നടികരുടെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ പടമാണ്, നീ ഇപ്പം എന്തായാലും പോയി ചെയ്യണം, കഥയോ കാണിക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പടണം, അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. ഇല്ലേ? അതെ, കണ്ടില്ലേ? വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3 പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു.